ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല പ്രാവശ്യം നമ്മൾ ഗ്രോ ബാഗിനകത്തും പാത്രങ്ങൾക്കകത്തും ഒക്കെ ഉപയോഗിച്ച മണ്ണിനെ എങ്ങനെ വീണ്ടും കൃഷിക്ക് പറ്റുന്ന പരുവത്തിലുള്ളതാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഗ്രോ ബാഗ് കൃഷി നമുക്ക് സ്ഥലമുള്ളവർക്കും സ്ഥലമില്ലാത്തവർക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ മണ്ണൊക്കെ നിറച്ച് അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ് നിറച്ച് ടെറസിലോ അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലോ ഒക്കെ വെച്ച് പച്ചക്കറികളോ ചെടികളോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. സ്ഥലം ഉള്ളവർക്കാണെങ്കിൽ പറമ്പിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഗ്രോ ബാഗുകൾക്കകത്ത് കൃഷി ചെയ്യുമ്പം. ഗ്രോ ബാഗ് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രോ ബാഗിനകത്ത് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ഗ്രോ ബാഗിലുള്ള ചെടികൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറയ്ക്കുന്നതിനെ കുറിച്ചും അതിനകത്തുള്ള കൃഷി പലതരത്തിലുള്ള കൃഷികളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പം ഈ പ്രാവശ്യം നമുക്ക് പുതിയതായി വന്നിരിക്കുന്ന വിത്തുകളെന്ന് പറയുന്നത് മീറ്റർ പയർ വന്നിട്ടുണ്ട്, അതുപോലെ കാശ്മീരി ചില്ലി വന്നിട്ടുണ്ട്, പിന്നെ നല്ല ഇനം തണ്ണിമത്തൻ വന്നിട്ടുണ്ട്, അതുപോലെ സുക്കിനി പച്ച നിറത്തിലുള്ളതും മഞ്ഞ നിറത്തിലുള്ളതും, പിന്നെ മാലിമുളക് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ സാധാരണയായിട്ട് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ കേൽച്ചീരയുണ്ട്. അപ്പം വിത്തുകൾ ആവശ്യമുള്ളവർ ഏത് തരത്തിലുള്ള വിത്ത്, നമ്മുടെ സാധാരണയുള്ള വിത്തുകളെല്ലാം തന്നെയുണ്ട്. അതിൻ്റെ കൂടെ ഇല്ലിക്കൊമ്പൻ വഴുതന, നല്ല മീറ്റർ നീളത്തിൽ പാമ്പ് പോലെ, ചില ആൾക്കാർ അതിനെ പാമ്പ് വഴുതന എന്ന് പോലും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇല്ലിക്കൊമ്പൻ വഴുതനയുടെയും വേങ്ങേരി വഴുതനയുടെയും ഒക്കെ വിത്തുകൾ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം വിത്തുകൾ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോണം, തീർന്നു പോകുന്നിടം വരെ തരാവേ. ഈ ഗ്രോ ബാഗല്ല, നമ്മളിത് തെർമോക്കോളിൻ്റെ പെട്ടിയാണ്. അപ്പം ഗ്രോ ബാഗുകൾ എപ്പോഴും പെട്ടെന്ന് കേടായി പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു രീതിയിലേക്ക് മാറിയത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറ്റിപ്പയർ നടുന്നതും വളർന്ന അവസ്ഥയും വിളവുണ്ടായ അവസ്ഥയും വിളവെടുക്കുന്നതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. വിളവ് ഏകദേശം തന്നെ തീരാറായി കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് കണ്ടോ, ഇതുപോലെ നല്ല സൂപ്പർ കുറ്റിപ്പയറാണ്. ഈ കുറ്റിപ്പയറിൻ്റെ വിത്ത് ആവശ്യമുള്ളവരും മെസ്സേജ് ഇട്ടോണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി 1-2 കുറ്റിപ്പയറൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ടുള്ളൂ. അപ്പം ഇവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഗ്രോ ബാഗിനകത്തേക്ക് മണ്ണ് മാറ്റുമ്പം മിച്ചം വരും. മണ്ണല്ല, നമ്മൾ അതിനകത്ത് വളമൊക്കെ ഇട്ടത് തന്നെയാണ്. എന്നാലും മിച്ചം വരുന്നതിനെയാണ് നമ്മളിങ്ങനെ വാരി വെക്കും. അപ്പം ചിലപ്പോൾ ചെടിയുടെ ചോട്ടിൽ മണ്ണൊക്കെ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ആവശ്യത്തിന് അല്ലെങ്കിൽ പുതിയ ഗ്രോ ബാഗുകൾ അല്ലെങ്കിൽ പുതിയ പാത്രങ്ങളൊക്കെ നിറയ്ക്കാൻ വേണ്ടിയും ഒക്കെയാണ് നമ്മൾ ഈ മണ്ണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ മിച്ചം വരുന്നതിനെ എപ്പോഴും എടുത്തെടുത്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ചെടിയെ നമ്മളിങ്ങ് മുറിച്ചെടുക്കണം. അപ്പം മുറിച്ച് നമ്മൾ മാറ്റുക ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിത് മുഴുവനും വെട്ടി മാറ്റിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതേപോലെ കമ്പുകളെല്ലാം നമ്മൾ വെട്ടി മാറ്റിയിടും. ഇതിനകത്തെ ചെടികളെല്ലാം ഞാൻ തണ്ടോടെ മുറിച്ച് മാറ്റിയിരിക്കുവാണേ, പറിച്ചെടുത്തിരിക്കുമല്ല. പിന്നെ ഇവർ പടരാനായിട്ട് നമ്മൾ അന്ന് കുറച്ച് ചെറിയ കമ്പും കാലും ഒക്കെ കുറ്റിപ്പയർ ആയതുകൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുറ്റിപ്പയറുകൾക്ക് മുകളിലോട്ട് പോയി പടർന്നുണ്ടാകുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെറിയ കമ്പുകൾ കൊടുത്തിട്ട് അതിലേക്കൂടെ കിടന്ന് പടരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ കമ്പുകൾ കുത്തി കൊടുത്തത്. അപ്പം ഞാൻ ഇതങ്ങ് മാറ്റുക. ഇപ്പോൾ ഇതിനകത്തൊരു വെണ്ടയാണ് നിൽക്കുന്നത്. അതിനെ അവിടെ നിർത്തിയിരിക്കുക ഞാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പം ബാക്കി പയറുകളെല്ലാം ഞാൻ ഇതുപോലെ ചൂടോടെ പറിച്ചെടുക്കുവാണേ. ഈ പറിച്ചെടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഈ പയറുകൾക്കൊരു പ്രത്യേക ഗുണമുണ്ട്. എന്നാണെന്നറിയാമോ ശിവദത്തെ പയറിൻ്റെ ഗുണം? അറിയോ? എനിക്കിന്ന് വീഡിയോ എടുത്തു തരുന്ന ശിവദത്താണ്. ഞാൻ അവനോട് ചോദിക്കുമായിരുന്നു ഈ പയറിന് ഉള്ള ഗുണം എന്നാന്ന്. ഈ പയറിൻ്റെ ഗുണം എന്നാണെന്നറിയോ? പയറിൻ്റെ വേരുകളിൽ കണ്ടോ ഇതുപോലത്തെ ചെറിയ മുഴകൾ പോലെ വരും കണ്ടോ. ഇവരെന്നാന്ന് വെച്ചാൽ എല്ലാ ചെടികൾക്കും നന്നായി വളരാൻ വേണ്ടുന്ന ഒരു മൂലകമാണ് നൈട്രജൻ. പക്ഷേ അന്തരീക്ഷത്തിലെ നൈട്രജനെ നേരിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ പയറ് ചെടികളുടെ പ്രത്യേകതയാണ് അവർ ചില ബാക്ടീരിയകളുടെ സഹായത്തോടെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ചെടുത്ത് അവരുടെ വേരുകളിൽ അവരുടെ ആവശ്യത്തിന് ശേഷമുള്ളതിനെ അവർ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഈ വേരുകളോടെ നമ്മൾ മണ്ണിനകത്ത് പറിച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത കൃഷിക്കും കൂടെ ഇതിനകത്തുനിന്ന് കിട്ടുന്ന ലവണങ്ങളെയൊക്കെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. മാത്രമല്ല, നമ്മൾ ഈ ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുത്ത വളവും വെള്ളവും ജൈവ സ്ലറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരാവശ്യത്തിന് വലിച്ചെടുത്തതിന് ശേഷമുള്ളതെല്ലാം അവരുടെ തണ്ടുകളിലും ഇലകളിലും ഒക്കെ മിച്ചമായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. അപ്പം അത് നേരിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലുള്ളതായിരിക്കും. അതിനെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അടുത്ത കൃഷി ചെയ്യുമ്പം അതിൻ്റെ വിളവിനെയും ചെടിയുടെ വളർച്ചയെയും ഒക്കെ നന്നായി സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ ഏത് തരത്തിലുള്ള കൃഷിയാണ് ചെയ്യുന്നതെങ്കിലും അതിപ്പം പറിച്ചിട്ട് ഉണക്കിയിടുകയോ പച്ചയോ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തെ ചെറിയ 1-2 പുല്ലൊക്കെ കിളുത്തിട്ടുണ്ട്. ബാക്കി പുല്ലൊന്നും അങ്ങനെ തന്നെ കിളുത്തില്ല. കാരണം എന്നാണെന്നും നിങ്ങൾക്ക് അറിയാം, ഞാൻ ഇതിനകത്തെ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ പയറിൻ്റെ കൃഷിക്ക് വേണ്ടി. അപ്പോൾ നമ്മളതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മണ്ണിനെ ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കണം.
അപ്പൊ ഇതിനകത്തെ മണ്ണിനെ ഞാൻ നല്ലതുപോലെ ഒന്ന് കൊത്തി ഇളക്കി കൊടുക്കുവാണേ. നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തൊക്കെ വെക്കുമ്പോഴേ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് മണ്ണിനെ നല്ല ഇളക്കമുള്ളതാക്കി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ നമ്മൾ ഈ മണ്ണെല്ലാം ഒന്ന് നല്ലോണം കൊത്തി കിളച്ചിട്ടുണ്ടേ. ഇടുന്നത് കുറച്ച് ഡോളമൈറ്റാ, കുമ്മായമല്ല. കുമ്മായത്തിനോളം കട്ടി വരത്തില്ല, അല്ലെങ്കിൽ കുമ്മായത്തിനെ പോലെ പെട്ടെന്ന് കണ്ടമാനം ഒരു ആൽക്കലൈൻ സ്വഭാവമുള്ളതല്ല ഡോളമൈറ്റ്. നമുക്ക് നേരിട്ട് ഇപ്പം ഈ ഡോളമൈറ്റ് ഇട്ടതിന് ശേഷം അപ്പം തന്നെ കൃഷി ചെയ്താലും വലിയ കുഴപ്പമില്ല. പിന്നെ മാത്രമല്ല, ഡോളമൈറ്റിനകത്ത് കാൽസ്യം കൂടാതെ മഗ്നീഷ്യം പോലെയുള്ള ചില ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും ചെടിയുടെ വേര് ചീഞ്ഞു പോകുന്നതിനെയും ഒക്കെ പ്രതിരോധിക്കുന്ന നല്ലൊരു സാധനമാണ് മഗ്നീഷ്യം. ഇനി നമുക്കിത് ഈ വെട്ടി വാരി ഇട്ടിരിക്കുന്ന ഈ നുറുക്കിയ സാധനങ്ങളുണ്ടല്ലോ, ഇതിനെല്ലാം നമുക്കിത് ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അല്ലെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതിനെല്ലാം ഇതേപോലെ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുവാണേ. ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചവറെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ചാണകപ്പൊടിയാണേ. അപ്പം കുറച്ച് ചാണകപ്പൊടി ഇവരുടെ മുകളിൽ കൂടെ, വളരെ കുറച്ചാണ് നമുക്ക് ചാണകപ്പൊടിയൊക്കെ കൊടുക്കേണ്ടത്. ചാണകപ്പൊടി ഇനി ഇഷ്ടം പോലെ ഉണ്ട്, കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇവിടെ ഇരുന്ന് നനഞ്ഞതാണേ. അപ്പം ചാണകപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണേ. മണ്ണിൽ കൂടെയുള്ള രോഗങ്ങളും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം. വേപ്പിൻ പിണ്ണാക്ക് ഒത്തിരി ഉപയോഗിക്കേണ്ട. വേപ്പിൻ പിണ്ണാക്കിന് നല്ല ചൂടുള്ള വളമാണ്. അപ്പം വേപ്പിൻ പിണ്ണാക്കിട്ടു. ഇനി എല്ലുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലുപൊടി കൂടെ കൊടുക്കാം. നമ്മൾ ഈ ജൈവ സ്ലറി ഉപയോഗിക്കുന്നവരാകുമ്പം അതിൽ കൂടെയും നമ്മൾ എല്ലുപൊടി കൊടുക്കുന്നുണ്ടല്ലോ. ഒരു പിടി അല്ലെ 2 പിടി. ഇത് ഇത്രയും വലുതായതുകൊണ്ട് ഒരു 2 അല്ലെ 3 പിടി വരെ ആയാലും കുഴപ്പമില്ല. കുറേ ഗ്രോ ബാഗിലെ മണ്ണ് കൊള്ളുന്നതാണ് ഇത്തരത്തിലുള്ള പാത്രം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇത് കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കമ്പോസ്റ്റാണ്. അത് പ്രത്യേക രീതി നമ്മുടെ കൃഷിസ്ഥലത്തുള്ള ശല്യവും മാറും, നമുക്ക് നല്ല അടിപൊളി കമ്പോസ്റ്റും കിട്ടും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കമ്പോസ്റ്റാണിത്. അപ്പം ഞാനിത് കുറച്ചെടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിൻ്റെ ചോട്ടിലേക്ക് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്ത്. ഇത് നല്ല ഒറിജിനൽ കമ്പോസ്റ്റാണ്, നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. കണ്ടോ, ഈ കമ്പോസ്റ്റ് നമ്മളിങ്ങനെ അങ്ങോട്ട് നിരത്തിയിട്ട് കൊടുക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ചോട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ നമ്മൾ ഇട്ടിരുന്ന ആ പയറിൻ്റെ ഇലയും ഒക്കെ അഴുകി ഇതിനകത്ത് നല്ല വളമായിട്ട് മാറിക്കോളും. ഇനി നമ്മൾ ഇതിനകത്തോട്ട്, ഇപ്പം നമ്മൾ വളമല്ലേ ഇട്ടിരിക്കുന്നത്, ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു കുറച്ച് മാത്രം മണ്ണ് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഗ്രോ ബാഗിനകത്തൊന്ന് എടുത്ത് കൊടുക്കാവേ. ഒരു കുറച്ച് മണ്ണിട്ടിട്ട് നമ്മൾ ഈ വളത്തിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലേ, നമ്മൾ ഈ സെറ്റാക്കിയിട്ടിരിക്കുന്നതിൻ്റെ മുകളിലോട്ട് നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് ദിവസം, ഒരു 10 ദിവസമെങ്കിലും ഇതേപോലെ വെള്ളം ഒഴിച്ച് നമ്മളിടണം. അപ്പം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ലതുപോലെ അഴുകിയും അലിഞ്ഞും എല്ലാം ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള വളമായി മാറിക്കഴിഞ്ഞിരിക്കും. ഈ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നൊന്നും നമ്മൾ ഓർക്കണ്ട. അത് വെയിൽ കൊള്ളുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ചീഞ്ഞഴുകി പെട്ടെന്ന് തന്നെ ഇതിനകത്തെ മണ്ണിനകത്തേക്ക് വളമായി സെറ്റായിക്കോളും. പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ ഇങ്ങനെ മണ്ണിനെ സെറ്റാക്കി കഴിഞ്ഞാൽ ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ ഇതിനകത്തോട്ട് പുതിയ ചെടികളെ നട്ടു കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് അഴുകുന്നതിൻ്റെ ഒക്കെ ആയിട്ട് ചെറിയ ചൂടൊക്കെ വരും. അപ്പം ചെടികൾ അവിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വിളവെടുക്കാനുണ്ടേ. തക്കാളി കണ്ടോ, ഈ സമയത്ത് തക്കാളി നട്ട് വളർത്തിയാൽ നല്ല പോലെ തക്കാളി കായ്കൾ ഉണ്ടാകും കേട്ടോ. നമ്മൾ എല്ലായ്പ്പോഴും തക്കാളി വളർത്തുന്നവരാണെങ്കിലും നല്ലതുപോലെ കായ്ഫലം കിട്ടുന്ന ഒരു സമയമാണ് ഇത്. അപ്പം നമുക്ക് ചെറിയ കുറച്ച് സാധനങ്ങൾ വിളവെടുക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കിയേ, കണ്ടോ കുമ്പളങ്ങ കണ്ടോ. അപ്പം ഇവിടെ 2 കുമ്പളങ്ങ കിടപ്പുണ്ടേ.
അപ്പം നമ്മൾ അതിനകത്തുനിന്ന് ഒരെണ്ണം ഇന്ന് വിളവെടുക്കുവാണേ. നല്ല സൂപ്പർ കുമ്പളങ്ങയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരാനുണ്ടേ. കുമ്പളത്തിൻ്റെ വിത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? ഇത് നമ്മൾ മണ്ണിനകത്ത് കുഴിച്ചിട്ടാൽ ചിലപ്പോൾ ഒരു 10-20 ദിവസം വരെ അവർ കിളുക്കാനായിട്ട് സമയമെടുക്കും. അപ്പം നമ്മൾ ആ സമയം വരെ ഒരു 3-4 ദിവസം മണ്ണിനകത്ത് പാകി മുള വന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കും. ചിലപ്പോൾ ഇട്ട മണ്ണും കൂടെ വാരി എവിടോട്ടിലും കൊണ്ടുപോയി ദൂരെ കളയും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് വെള്ളം കിട്ടാതെ വന്നിട്ട് അവർ മുളയ്ക്കാതെ പോകും. അപ്പം ഈ കുമ്പളത്തിൻ്റെ വിത്തുകളെ നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ചെടിയുടെ ചോട്ടിലോട്ടേ പാകാവുള്ളൂ. അപ്പം അവിടെ കിടന്ന് നമ്മൾ ആ മറ്റേ ചെടിക്ക് വെള്ളം കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവർക്ക് വെള്ളം കിട്ടും. ഇവർ കിളുത്തില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിളുത്തില്ലെങ്കിലും നമ്മൾ അവരെ ഉപേക്ഷിച്ചാലും അവരൊരു സമയത്ത് അതിൽ നിന്ന് കിളുത്ത് വരികയും ചെയ്യും, നമുക്ക് അതിൽ നിന്ന് വിളവ് തരികയും ചെയ്യും. അപ്പോൾ ഈ കുമ്പളത്തിൻ്റെ വിത്തിനെ പോലെ ചില പ്രത്യേകതയുള്ള കട്ടിയുള്ള തോടുള്ള വിത്തുകൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. എന്നാൽ ഈ പ്രശ്നം ബാധിക്കാതിരിക്കും. വെള്ളത്തിനകത്ത് നമ്മൾ ഒരു ദിവസം കുമ്പളത്തിൻ്റെയൊക്കെ വിത്തുകളാണെങ്കിൽ 24 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 ദിവസം ആയാലും കുഴപ്പമില്ല. വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം നനവുള്ള തുണിയിൽ വാരി കെട്ടിവെച്ച് തുണിയുടെ നനവ് മാറുന്നതിനനുസരിച്ച് അതിൽ വെള്ളം തളിച്ചു കൊടുത്താൽ എല്ലാ വിത്തുകളും തന്നെ, ഞാനിവിടെ തരുന്ന വിത്തുകൾ എല്ലാം തന്നെ കിളുക്കും. പടവലമൊക്കെ ആണെങ്കിലും പടവലമാണെങ്കിലും അതുപോലെ നമ്മുടെ ചുരക്കയുടെ വിത്തുകളാണെങ്കിലും പീച്ചിലിൻ്റെ വിത്തുകളാണെങ്കിലും എല്ലാം ഒന്നുപോലും മുളയ്ക്കാതെ പോകാറില്ല. ബീൻസിൻ്റെ വിത്തുമൊക്കെ നല്ല വള്ളി ബീൻസും വന്നിട്ടുണ്ട്. എൻ്റെ ഇവിടെ നിൽക്കുന്ന ബീൻസ് ഇപ്പം വിളവെടുത്ത് അതിനെ മാറ്റാറായി. കഴിഞ്ഞ പ്രാവശ്യമേ ഞാൻ പറഞ്ഞതാണ്, അന്ന് കളഞ്ഞില്ല. പിന്നെയും കായ്കൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം ഈ കുമ്പളം വിളവെടുക്കുവാണേ. കുമ്പളത്തിനെ നമ്മൾ തൊട്ടാലേ കയ്യിലൊക്കെ കണ്ട ചാരം പിടിക്കും. അപ്പം ഈ കുമ്പളങ്ങ മുറിച്ചിട്ട് സൂപ്പർ കുമ്പളങ്ങ കേട്ടോ. നമ്മളിത് ഈ പാത്രത്തിനകത്തോട്ട് വെച്ചു. ഇനി നമുക്ക് ബീൻസ് കാണാൻ പോവാം. നമ്മുടെ ബീൻസിൻ്റെ കൃഷിയെല്ലാം ഏകദേശം തീരാറായി. ഇത് ഇലകളൊക്കെ ഉണങ്ങിയിരിക്കുന്നത് കണ്ടോ. എന്നിട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഈ പറിച്ചു കളയാൻ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷേ ഇവരെ പറിച്ചു മാറ്റി കളഞ്ഞിട്ട് നമുക്ക് പുതിയ തൈകളെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പം ഞാൻ മുഴുവൻ ബീൻസും വിളവെടുക്കുവാണേ. എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇത്രയും നമ്മൾ ബീൻസ് വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മണ്ണ് കൂട്ടി കൊടുത്ത കോളിഫ്ലവർ ആണേ. ഇതുണ്ടോ, നല്ല കിടുക്കാച്ചയായിട്ടുണ്ടാകുന്നുണ്ട്. കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ നമ്മളിതിനെ ഇലയൊന്ന് ഇങ്ങനെ മൂടി കൊടുക്കണം. ചൂട് നേരിട്ട് അടിക്കാതിരിക്കാനും നനവ് ഇതേൽ തട്ടാതിരിക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ. പിന്നെ നല്ല വയലറ്റ് മുളകിൻ്റെ വിത്തുകൾ, അത് കുറച്ചെണ്ണേ വന്നിട്ടുള്ളൂ. ആവശ്യക്കാരാദ്യമേ പറഞ്ഞാൽ തരാം. ഞാൻ അതിൻ്റെ അരി പാകി കിളിപ്പിച്ച് കണ്ടോ, തൈ മാറ്റി നട്ട് തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ കിളുക്കുന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് കണ്ടോ, ഇത് വയലറ്റ് മുളകാണേ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ബട്ടർനട്ടിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചിരിക്കുന്നതാണ്. പാകി മുളച്ച് പതുക്കെ വള്ളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അവരെ ഇതിലേക്കൂടെ ഈ വലയേക്കൂടെ കയറ്റിവിടാനുള്ളതാണേ. ഇത് നമ്മുടെ കുറ്റിവാളമരയാണേ. കുറ്റിവാളമരയുടെ വിത്തുകളുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോണം. പണ്ടൊക്കെ ഉള്ളവർക്കാണ് ഇതിന് കൂടുതലും അറിയാവുന്നതും ഉപയോഗിച്ചിട്ടുള്ളതും ഒക്കെ. ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്കൊന്നും വാളമരയൊന്നും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഈ വാളമര, നമ്മൾ സ്ഥിരമായി വാളമര നിങ്ങളെ വിളവെടുക്കുമ്പം കാണിക്കാറുള്ളതാണേ. അപ്പം ഞാൻ ഈ വാളമര മൊത്തം നമ്മുടെ ആവശ്യത്തിന് മുറിച്ചെടുക്കാനുള്ളത് എടുത്തിട്ട് കാണിക്കാം. വാളമരയാണേ. കണ്ടോ, അത് ഇത്രയാകുമ്പോൾ തന്നെ ചുവട്ടിന്ന് പൂക്കളും കായ്കളും വന്നു തുടങ്ങും. പലയിടത്തും ചെറിയ കായ്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടേ. അപ്പം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് കൊത്തമര വളർത്താൻ നല്ലത്. അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യരുത്. പല ആൾക്കാരും പറയും കൊത്തമര അവർക്ക് പിടിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണേ. ഇത് നമ്മുടെ സാലഡ് കുക്കുംബറാണ്. നമ്മളിവിടെ സാധാരണ കൊടുത്തുകൊണ്ടിരുന്ന സാലഡ് കുക്കുംബറാണ്. അതെല്ലാം വള്ളി വീശി പൊക്കം വെച്ച് തുടങ്ങിയ ഉടനെ തന്നെ അവിടെ ഇവിടെ എല്ലാം കായ്കൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടേ. ഇതൊക്കെ പൂവുള്ള കണ്ടോ, കായുള്ള പൂവാണ്. അപ്പോൾ അത് പോളിനേഷൻ നടന്നാൽ കായായിട്ട് മാറും. പക്ഷെ ഒരു വെറൈറ്റി സാലഡ് കുക്കുംബറിൻ്റെ വിത്തുകൾ വന്നിട്ടുണ്ട്. നല്ല വിലയുമുണ്ട്. പക്ഷെ നല്ല സൂപ്പർ സാധനമാണ്. അതേപോലെ തന്നെയുള്ളൊരു വെറൈറ്റിയാണ് ഞാനിപ്പം മുമ്പേ പറഞ്ഞില്ലേ നിങ്ങളോട്, തണ്ണിമത്തൻ്റെ വിത്തുകൾ വന്നിട്ടുണ്ടെന്ന്. തണ്ണിമത്തനാണെങ്കിലും ഈ സാലഡ് കുക്കുംബർ വെറൈറ്റി വന്നിരിക്കുന്നതാണെങ്കിൽ നല്ല സൂപ്പർ സാധനമാണ്. കുറച്ച് വിത്തുകളേ ഉള്ളൂ. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോ, തീരുന്നിടം വരെ തരാം. അപ്പോൾ ഇവിടെ 2-3 കത്രിക്കയുണ്ട്. ഉരുണ്ട വഴുതനയാണ് നമ്മൾ കത്രിക്ക എന്ന് പേര് പറയുന്നത്. കണ്ടോ, ഇതിലും വലിപ്പം വെക്കുന്നതാണ്. നമ്മുടെ ഗ്രോ ബാഗിലായിരിക്കും ഈ ജൈവവളം മാത്രം കൊടുക്കുകയും ചെയ്യുന്നൊരു രീതിയല്ലേ. അതുകൊണ്ടാണ് ഇത്രയും. ഞാനിപ്പം നല്ല മയമുള്ള ഒരെണ്ണമാണ്. അത് ഞാനിങ്ങനെ വിളവെടുത്തേക്കുവാണ്. കത്രിക്ക കൊണ്ട് നമുക്ക് മീൻ പൊള്ളിച്ചതുപോലെ ഉണ്ടാക്കാനും ഇതിനകത്ത് ഗ്രേവി നിറച്ചിട്ട് വറുത്തെടുക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിനും തീയൽ വെക്കാനും ഒക്കെ കൊള്ളാം.
അങ്ങനെയുള്ള ഒരെണ്ണമാണ് ഇത്. ഇനി ഞാൻ വേറെ വഴുതനയുണ്ട്, അതും കൂടി എടുത്തിട്ട് വന്നിട്ട് കാണിക്കാവേ. ഇതേ കുറച്ച് വഴുതനയും ഒരു കാപ്സിക്കമാണ്. ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാവേ. കഴിഞ്ഞ ദിവസം നമ്മൾ വിളവെടുത്ത പേരക്കയില്ലേ, അതിൻ്റെ കൂടെ മിച്ചം കിടന്ന ഒരെണ്ണമാണേ. ഇനി ഇവിടെ ഒരു അമ്പഴങ്ങ ഉണ്ടായിട്ടുണ്ട്. പഴുത്തത് മാത്രം പറിക്കാം, നമുക്ക് തിന്നാം. ഇതൊരു പച്ചയാണേ, പച്ച അമ്പഴങ്ങയുടെ ഒരു കൊലയാണ്. ഒരു സാധാരണ വീട്ടിലേക്കാണെങ്കിൽ അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഒരു കൊലയിൽ ഒരെണ്ണം പഴുത്ത് കിടപ്പുണ്ടേ. അപ്പം ഞാൻ അത് മാത്രം അങ്ങനെ കിട്ടുമോ. അയ്യോ, വേറൊരെണ്ണം കൂടെ ചാടിപ്പോയി. അപ്പം ഞാനിതൊന്ന് തിന്ന് നോക്കട്ടെ. സൂപ്പർ സാധനം. പണ്ട് കാലത്തെ അമ്പഴങ്ങയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തിന്നാൻ പറ്റുമോ? പുളിച്ച് മരിച്ചു പോവും. ഇത് കണ്ടോ തക്കാളി, ഞാൻ ഈ പഴച്ചെടിയുടെ കൂടെ കൊണ്ടുവന്ന് ഒരെണ്ണം വെച്ചതാണേ. ഒരു കാര്യമായ പരിചരണവും എല്ലാം നിറയെ കായ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇസ്രയേലി ഓറഞ്ചാണേ. ഒരെണ്ണം ഞാൻ പറിച്ച് കാണിക്കാം. കണ്ടോ, നമുക്കൊരു നാരങ്ങ പറിച്ചുകൊണ്ടിരാവേ. ഇത് കണ്ടോ നാരങ്ങ, ഇത് ഒടിച്ചാരകമാണേ. ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടാകും. നമ്മുടെ ആവശ്യത്തിന് നാരങ്ങ കിട്ടാനായിട്ട് ഇതുപോലെ ഒരു ചെടി ഒരു പാത്രത്തിനകത്ത് പിടിപ്പിച്ചാൽ എന്തിന് ഏക്കർ കണക്കിന് സ്ഥലവും അത് മുഴുവനും പണിക്കാരെ നിർത്തിയും അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി കഷ്ടപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി കിട്ടാൻ ഇതേപോലെ ഒരു കുറച്ച് സ്ഥലത്തെ കൃഷിയുടെ കാര്യമേ ഉള്ളൂ നമുക്ക്. അപ്പം ഇതേപോലെ ഒരെണ്ണം ഞാൻ പറിക്കുന്നുള്ളൂ, ബാക്കി അവിടെ കിടന്നോട്ടെ. ഇവിടെ നിൽക്കുന്നല്ലേ, നമുക്ക് എപ്പോൾ വേണേലും വന്ന് ഓടി ഒന്ന് പറിക്കാമല്ലോ. ഇത് കണ്ടോ, ഇത് കിടുക്കാച്ചി സാധനം കേട്ടോ. ഇതെന്നാന്നറിയാവോ? അകത്തിച്ചീരയുടെ പൂവാണേ. ഇതുപോലെ പൊക്കം കുറഞ്ഞു നിന്നുണ്ടായാലേ ഉള്ളൂ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അടത്തി എടുത്തിട്ട് തോരൻ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഇന്ന് 3-4 പൂവുണ്ട്. വേറെ കുറച്ച് ഇതൊക്കെ ഉണ്ടായി പൊഴിഞ്ഞു പോയതാണ് കണ്ടോ, ഈ വിത്തായിട്ട് വരുന്നത്. സൂപ്പർ സാധനം. കുറച്ച് സാധനങ്ങളൊക്കെ വിളവെടുത്തു. നമ്മുടെ ഗ്രോ ബാഗ് അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിനകത്തെ മണ്ണിനെ അടുത്ത കൃഷിക്ക് വേണ്ടി സെറ്റാക്കി. അതുപോലെ കുറച്ച് വിളവെടുക്കാനുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ മണ്ണ് സെറ്റാക്കുകയും വീണ്ടും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താലേ ഉള്ളൂ നമുക്ക് എന്നും തന്നെ വിളവെടുക്കാനായിട്ട് പച്ചക്കറി കിട്ടത്തുള്ളൂ. ഇപ്പം ഇന്നാണെങ്കിൽ തന്നെ നമ്മൾ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുള്ളൂ. വേറെ ഇവിടെ കുമ്പളങ്ങ പറിക്കാനുണ്ട്, മത്തങ്ങ പറിക്കാനുണ്ട്, അതുപോലെ പയറുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടികൾക്ക് നമ്മുടെ തോട്ടത്തിൽ ചെയ്തു കൊടുക്കുകയും വേണം. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.